സമാധിയാണ്. ഇവിടെ സമാധി എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജയിലിലൊക്കെ സമാധി ഇഷ്ടംപോലെ ഉണ്ട്. ഇനി അങ്ങോട്ടല്ല സമാധിക്ക്. ഇതിനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി വേണമെങ്കിൽ അവിടെ നിന്ന് സമാധി ആവട്ടെ, കുഴപ്പമില്ലല്ലോ. നാട്ടുകാരെ അറിയുകയും കാണുമെങ്കിലും ചെയ്യുമല്ലോ. കൊലപാതകമാണെന്നുണ്ടെങ്കിൽ സമാധിയല്ല, എന്ത് സ്ഥലമായാലും കയറി പൊളിക്കണം. ആരായാലും അത് പൊളിച്ചിട്ട് ആ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഭരണഘടന വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതൊക്കെ വേണം. നമ്മുടെ നിയമവാഴ്ച നമുക്ക് വേണ്ടേ? റൂൾ ഓഫ് ലോ. ആ നിയമവാഴ്ച വേണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു കൊലപാതകം നടന്നാൽ അത് കൊലപാതകമാണോ ഇല്ലെന്ന് തിരിച്ചറിയണ്ടേ? ഇനി ഇത് കൊലപാതകമാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അയാൾ ഇരുന്ന് മരിച്ചിട്ട് എടുത്ത് അതിനകത്ത് വെച്ചതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ളപ്പോഴും നാട്ടുകാരെ വിളിച്ച് കാണിക്കാമായിരുന്നു ഈ ശവശരീരമെങ്കിലും. അത് കാണിച്ചില്ല. അയൽക്കാരെയെങ്കിലും കാണിക്കാമായിരുന്നു, അതും കാണിച്ചിട്ടില്ല. ഇനി ഇയാളെ ഇതിനകത്ത് ഇറക്കിയിരുത്തി, ജീവനുള്ള ഇയാളെ ഇറക്കിയിരുത്തി കോൺക്രീറ്റ് അടപ്പുകൊണ്ടത് അടച്ച് സിമെന്റ് ചെയ്തതാണെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചാണ്, അഥവാ അത് ഈ കൊന്നുവെച്ചതാണോ എന്ന് പോലും ആർക്കും അറിയില്ല. അതിന് പരിശോധിക്കണം എന്ന് പറയുന്നത് പോലീസിന്റെ ബാധ്യതയാണ്. ആ പരിശോധിക്കേണ്ടത്, അത് പരിശോധിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഈ സമാധി എന്നൊക്കെ പറഞ്ഞ് ആരെ വിശ്വസിപ്പിക്കാനാണ് ഇതൊക്കെ പറയുന്നത്? നമ്മുടെ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്നില്ലാതാകും? നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങൾ മൂലം സംഭവിച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, നമ്മൾ മനസ്സിലാക്കണം. ഓരോരോ അന്ധവിശ്വാസം മൂലം ദാണ്ടെ ഒരുത്തം കൊണ്ടുവന്നിട്ട് 2 ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന 2 പാവപ്പെട്ട സ്ത്രീകളെ അവരെ കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ട് എലന്തൂര് ചെന്നിട്ട് എന്താ അതിന് മാംസം അവരുടെ ദേഹത്ത്, ജീവിച്ചിരിക്കുന്നവരുടെ ദേഹത്തൊന്ന് നീക്കം ചെയ്തിട്ട് അത് 2 എണ്ണത്തിനെ കൊണ്ടൊരു തീറ്റിച്ചൊരു വായി നോക്കി. അവൻ ഏതാണ്ട് സിദ്ധനെന്നും ഏതാണ്ടൊക്കെ അവന് പറഞ്ഞു വിട്ടിരുന്നത്. അവൻ ഇതുപോലെ ഏൽപ്പിച്ചല്ലോ. അവൻ നിന്നിട്ട് ചിരിക്കുന്നത് നമുക്ക് കാണാം. മറ്റവരെ കൊണ്ട് തീറ്റിച്ചെന്ന് പാചകം ചെയ്ത് കഴിച്ചു മാംസം, മനുഷ്യമാംസം. നരഭോജികളായി മാറി. ഈ അന്ധവിശ്വാസത്തിന്റെ പുറത്ത് ആളുകൾ നരഭോജികളായി പോലും മാറുന്നത് നമ്മൾ കാണുന്നു. ഇതുപോലെ എത്ര എണ്ണം നമ്മൾ കണ്ടതാണ്. എത്രയോ സ്ഥലത്ത് ഒരിക്കൽ ഒരു കുടുംബത്തിനെ മൊത്തം കൊന്നത് ഇതുപോലെ അന്ധവിശ്വാസം കൊണ്ടാണ്. പിന്നെ അത് സബ്സിക്വന്റ്ലി അത് കൊള്ളയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് തെളിഞ്ഞു. എന്നാൽ പോലും ഇത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ഇതുപോലെ വരികയല്ലേ. ഏതാണ്ട് ഒരു അന്ധവിശ്വാസം പറഞ്ഞ് ഒരുത്തൻ ഏതാണ്ട് ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവർ മുസ്ലിം സിദ്ധനാന്നും പറഞ്ഞ് ഒരുത്തൻ വന്ന് ഏതാണ്ട് ഈ ആലുവായിന്ന് വലിയ മോഷണം. അത് അവസാനം ആ വീട്ടമ്മയ്ക്ക് പോലും നിവൃത്തിയില്ലാതെ മോഷണ നാടകം അവൻ പറയുന്നത് കേട്ട് അഭിനയിക്കേണ്ട ഗതികേട് വന്നു ആ വീട്ടിൽ, സ്വന്തം വീട്ടിൽ. ഇതുപോലെ നമ്മൾ കണ്ടതാണ്. 40 പവനും 8 ലക്ഷം രൂപയും അടിച്ചുകൊണ്ടെങ്കിൽ പോയി കേട്ടോ. ഇവനൊക്കെ ഇങ്ങനെ ഉള്ളവന്മാരെ ഒന്നും ഒരു കാരണവശാലും അടുപ്പിക്കരുത്. ഇത് ഏത് വർഗ്ഗക്കാരനായാലും. അതായത് ഇതുപോലെ പറഞ്ഞ പണ്ട് ഈ വിച്ച് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഈ വിച്ച് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നവരെ പണ്ട് ഇംഗ്ലണ്ടിലൊക്കെ ഓടിച്ചിട്ട് വിച്ച് കണ്ടിക്കുണ്ടായിരുന്നു, കൊല്ലുമായിരുന്നു അവസാനം. കാരണം ഇതേപോലെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരെ. ഇവിടെ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു സമൂഹം. ഇതൊക്കെ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഓരോ മതത്തെ വിശ്വസിച്ചോളൂ, നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ ആചാരങ്ങളൊക്കെ നടപ്പായിക്കോളൂ. പക്ഷേ വിശ്വാസമാകാം, അന്ധവിശ്വാസമാകരുത്. ഒരിക്കലും ആകാൻ പാടില്ല. ഇതുപോലൊക്കെ ഓരോരുത്തന്മാർ ഓരോന്ന് പറയും, അങ്ങനെ ഞങ്ങൾ മന്ത്രവാദം ചെയ്തു തരാം. ഈ മന്ത്രവാദി എന്നൊക്കെ വരുന്നുണ്ടല്ലോ, എല്ലാം മുഴുവൻ കള്ളന്മാരാണ്. ആദ്യം അത് തിരിച്ചറിയുക. അങ്ങനെയൊന്നും ഈ ലോകത്തൊന്നും നടക്കത്തില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. റിയാലിറ്റിയിലേക്ക് വരിക. നമ്മൾ കാണുന്നതിന് നമ്മൾ ശരിയായിട്ട് വിശ്വസിച്ച് അതിലോട്ട് പോവുക. പിന്നെ പറഞ്ഞു കേൾക്കുന്ന മരിച്ചതിന് ശേഷമുള്ള കാര്യം, അത് മരിച്ചതിന് ശേഷമല്ലേ. വേറെ നമ്മൾ കണ്ടല്ലോ, ഒരു 2 സ്ത്രീയും ഒരു പുരുഷനുമായിട്ട് നേരെ എന്താ അവരും അന്ധവിശ്വാസത്തിന്റെ ഇരകളായിട്ട് മാറിയതാണ്. അരുണാചൽ പ്രദേശിൽ പോയിട്ട് അവിടെ ആത്മഹത്യ ചെയ്തു. കാരണം അവർക്ക് ഇവിടെ പോരാ, കാരണം ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ചെല്ലണം. അപ്പൊ നോക്കിയപ്പോൾ ഹിമാലയ സാനുക്കളോട് ചേർന്ന് കിടക്കുന്ന അരുണാചൽ പ്രദേശ് അതിനെ പറ്റിയ സ്ഥലം. അവിടെ പോയി ആത്മഹത്യ ചെയ്തു. ഇത് നമ്മൾ കണ്ടതാണ്. ഇത് മുഴുവൻ ഏതാണ്ട് ഈ രീതിയിൽ സെലസ്റ്റിയൽ വേൾഡിലേക്ക് ഉള്ള ആ പ്രവേശനത്തെ കുറിച്ചൊക്കെ ഉള്ള റിസർച്ച് ഇവർ നടത്തിയ ഒരു പെണ്ണ് നടത്തിയാണ് ആ 3 എണ്ണവും പോയി ആത്മഹത്യ ചെയ്തത്. ഇതിങ്ങനെയൊക്കെ ഇത് അന്ധവിശ്വാസങ്ങൾ എന്ന് തീരും നമുക്ക് ഈ കണക്കിന്? ഇത് എന്ത് പറഞ്ഞാലും ഈ അന്ധവിശ്വാസം അല്ലേ ഉള്ളത്, അതിന്റെ പുറകിലല്ലേ ഉള്ളത്. അത് വരരുത്, അത് മാറണം. ഈ അന്ധവിശ്വാസം കൊണ്ട് നടന്ന് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കരുത്.